ലെറ്റ്സ് മേക്ക് a ഡിന്നർ ഗൈസ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ഡിന്നർ ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഉപ്മാവിന് എന്താണ് പയറെന്ന് ചോദിച്ചാൽ ഇതിനിവിടെ പ്രസക്തിയില്ല ഗൈസ്. ഞാൻ രാവിലെ പയർ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കോളേജിൽ പോയത്. രാത്രി ഡിന്നർ സിമ്പിളാക്കാം, അത് പയർ മാത്രം കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്കത് മാത്രം മതി. സോ അങ്ങനെ വെള്ളത്തിട്ടിട്ട് പോയി. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ദോശയും ചില്ലി ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചില്ലി ചിക്കൻ വന്ന് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ചില്ലി ചിക്കൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ എന്തോ ഒരു മൂടില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ പയർ കൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ പയർ കഴുകി എന്തായാലും ഇല്ലെങ്കിൽ ഇല്ലാതായി പോവുക, പയർ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ആ പയറും കൂടി വേവിക്കാമെന്ന്. അങ്ങനെ 2 വിസിലേക്കാൻ പയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വെറും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഉപ്മാവ് ഉണ്ടാക്കാൻ: തക്കാളി, ഉള്ളി, പച്ചമുളക്. ഞാനൊരു ട്രാൻസിഷൻ എടുക്കാൻ നോക്കിയത്, പക്ഷേ കറക്റ്റായിട്ട് വന്നില്ല എന്ന് തോന്നുന്നു. എൻ്റെ വിസിലൊക്കെ കേട്ടു ഗൈസ്. ഇനി നമുക്ക് ഉപ്മാവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഒരു കടായി പാന് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കുറച്ച് നേരം വഴറ്റി. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് ആവുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ. ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ തക്കാളി ഇട്ടു. എന്നിട്ട് അതൊന്നും കൂടി വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഉപ്പിട്ടപ്പോൾ കുറഞ്ഞു പോയി. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഉപ്പിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം ഒഴിച്ചപ്പോൾ ഭയങ്കര പുകപടലം വരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി മാറി നിന്നിട്ടതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് നോക്കി, എന്തോ ഇതൊക്കെ പടർന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു. ഇപ്പോൾ എനിക്കൊരു പണി കിട്ടി ഗൈസ്. ഇപ്പോൾ തിളയ്ക്കേണ്ട സമയമായി, ഞാൻ ഫുഡ് കഴിക്കേണ്ട സമയമായി. പക്ഷേ ആ സമയത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ഈ വെട്ടെന്ന് വെച്ചാൽ ഇൻവേർട്ടർ ആൻസായി ഗൈസ്. ഇൻവേർട്ടറിൽ നമുക്ക് ഇൻഡക്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ അത് കറണ്ട് അടിച്ച് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ഓഫാക്കിയിട്ട് വീണ്ടും ഒന്നേന്ന് ചൂടാക്കിയാണ്. അപ്പോൾ പാത്രമൊക്കെ മൊത്തത്തിൽ ഇതായി. 3 മണിക്കൂർ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് ചൂടാക്കിയെടുത്ത് ഉപ്മാവിട്ട് ഉണ്ടാക്കി. റോസ്റ്റഡ് ഉപ്മാവായിരുന്നേ. അതിൻ്റെ കൂടെ ചട്നി, ദോശയുടെ ചട്നി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഗൈസ്. ബൈ.